അരെ ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്തൂ. എന്താ സ്വാതി, നീ എന്തിനാണ് പെട്ടെന്ന് വണ്ടി നിർത്തിയത്? എനിക്ക് നന്നായി വിശക്കുന്നു. വരൂ, നമുക്ക് പോയി ചൗമൻ കഴിക്കാം. നീ എത്ര വലിയ വീട്ടിലെ മകളാണ്, പക്ഷെ ഈ സ്റ്റോളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന നിന്റെ ഹോബി എന്താണെന്ന് എനിക്കറിയില്ല. വാ, ഇനി നിന്റെ ലെക്ചർ നിർത്ത്. ഇഷ്ടമുള്ളതല്ലേ കഴിക്കാൻ പറ്റൂ. സ്റ്റോളിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് 5 സ്റ്റാർ ഹോട്ടലിൽ ആഹാരം കഴിച്ച കിട്ടില്ല. സ്വാതി തന്റെ കൂട്ടുകാരി നിധിയോടൊപ്പം ചൗമീൻ സ്റ്റോളിലേക്ക് പോയി. അവൾ ചൗമീൻ വാങ്ങി വളരെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു യാചക പെൺകുട്ടി അവിടേക്ക് വന്നു. ദയവായി എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരൂ, എനിക്ക് വളരെ വിശക്കുന്നു. വിശക്കുന്നുണ്ടോ? ഹയ്യ, ഒരു പ്ലേറ്റ് തരൂ, ഒരു പ്ലേറ്റ് പാക്കും ചെയ്യൂ. സ്വാതി സ്റ്റാളുകാരനോട് പറഞ്ഞ് ഭിക്ഷക്കാരി പെൺകുട്ടിക്ക് കഴിക്കാൻ ആഹാരം നൽകുന്നു. ആ സ്റ്റാളിന്റെ അടുത്ത് നിന്നിരുന്ന രോഹൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇത്രയും പണക്കാരിയായ വീട്ടിലെ പെൺകുട്ടിയുടെ പെരുമാറ്റം അവനെ വളരെ ഇഷ്ടപ്പെട്ടു. ചൗമൻ കഴിച്ച് അവൾ തന്റെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. സത്യത്തിൽ സ്വാതിക്ക് സ്റ്റോൾ ഫുഡ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൾ പലപ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റോളിൽ എത്താറുണ്ടായിരുന്നു. രോഹനും ചിലപ്പോഴൊക്കെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഏതെങ്കിലും സ്റ്റോളിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്വാതിയെ കാണാറുണ്ടായിരുന്നു. സ്റ്റോളിൽ വെച്ച് കണ്ട് അവർ പരസ്പരം പ്രണയത്തിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, റോഹൻ, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നിന്നെ മാത്രം. നീ പെട്ടെന്ന് നിന്റെ വീട്ടുകാരോട് പോയി സംസാരിക്കണം. ഞാനും എന്റെ പാരന്റ്സിനോട് സംസാരിക്കാം. മാഡം, നിങ്ങൾ കൊട്ടാരത്തിലെ രാജ്ഞിയാണ്. ഞാനാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സുകാരനും. എന്നെ കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? അതോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ? ശരി, ഞാൻ ഇതേക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാം. രോഹൻ തന്റെ വീട്ടുകാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ സ്വാതിയും തന്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. പിന്നീട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി അവരുടെ വിവാഹം നടക്കുന്നു. ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്ന സ്വാതി ഇപ്പോൾ മിഡിൽ ക്ലാസ് ഭർത്തൃവീട്ടിലേക്ക് വരുന്നു. തന്റെ ഭർത്തൃഗൃഹത്തിലേക്ക് വരുന്ന സമയത്തും സ്വാതിയുടെ കണ്ണ് തെരുവിലെ സ്റ്റാളുകളിലായിരുന്നു. സ്വാതിയുടെ ഭർത്തൃഗൃഹം ചാന്ദിനി ചൗക്കിലായിരുന്നു. അവിടെ ആഹാരത്തിന് പലതരത്തിലുള്ള സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. എന്റെ ഭർത്തൃഗൃഹം ഇത്രയും ഇടുങ്ങിയ തെരുവിലാണ്, പക്ഷേ ഇവിടുത്തെ സ്റ്റാളുകൾ ശരിക്കും രസകരമായി. ഹൈ ഹൈ, ബർഗർ, ചൗമീൻ, ഗോൾഗപ്പേ, ദഹി പപ്പടി, ആലുപുടി, കടി ചാവൽ, വാ വാ, നല്ല രസമായിരിക്കും. കുറച്ചു കഴിഞ്ഞ് അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ അവളുടെ അമ്മായിയമ്മ ആരതിയൊഴിഞ്ഞ് അവളെ സ്വീകരിക്കുന്നു. എന്റെ ഇളയ മരുമകളെ, നിനക്ക് ഭർത്തൃ വീട്ടിലേക്ക് സ്വാഗതം. എന്റെ 2 മരുമക്കളും വന്നു. ഇപ്പോൾ ഞാൻ ഈ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സ്വതന്ത്രയാണ്. മൂത്ത മരുമോളെ, സ്വാതി അവളുടെ മുറി വരെ കൊണ്ടുചെന്നാക്കൂ. ചേട്ടത്തി അനിയത്തിയെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ചേട്ടത്തി, ഈ മുറി ചെറുതാണല്ലേ? നിങ്ങളുടെ വീട് വളരെ വലുതാണ്, അതുകൊണ്ടാണ് ഈ മുറി നിങ്ങൾക്ക് വളരെ ചെറുതായി തോന്നുന്നത്. അതെ, ശരിയായിരിക്കും. നാളെ നിന്റെ ആദ്യത്തെ അടുക്കളയാണ്. നേരത്തെ എഴുന്നേൽക്കണം. അടുത്ത ദിവസം രാവിലെ സ്വാതി എല്ലാവർക്കും വേണ്ടി ഹൽവയും പൂരിയും ഉണ്ടാക്കുന്നു. അവൾ ഉണ്ടാക്കിയ ഭക്ഷണം വീട്ടുകാർക്ക് അധികം ഇഷ്ടമായില്ല. എന്നാലും അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ എല്ലാവരും അവളെ പ്രശംസിക്കുന്നു. പകൽ സമയത്ത് അയൽപക്കത്തെ സ്ത്രീകൾ സ്വാതിയെ മുഖം കാണിച്ച ശേഷം പോകുന്നു. അങ്ങനെ വൈകുന്നേരമാകുന്നു. അമ്മേ, വീട്ടിൽ മത്തങ്ങയും കുമ്പളങ്ങയും ഇരിപ്പുണ്ട്. അത്താഴത്തിന് എന്താണ് ഉണ്ടാക്കേണ്ടത്? മരുമോളെ, ഇന്ന് കുമ്പളങ്ങ ഉണ്ടാക്ക്. അത് കഴിഞ്ഞ ആഴ്ചയേ ഇരിക്കുവാണ്. സഹോദരി ഉമ ഗ്രാമത്തിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കുമ്പളങ്ങ? അത്താഴത്തിന് ആരാണ് കുമ്പളങ്ങ കഴിക്കുന്നത്? എന്നെ കൊണ്ട് കഴിക്കാൻ സാധിക്കില്ല. ഇന്നെനിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ദഹിബാലെ, രാജ്മ ചാവൽ പോലെ എന്തെങ്കിലും. ഈ സ്ട്രീറ്റിന് പുറത്ത് തന്നെ ഒരുപാട് സ്റ്റാളുണ്ട്. എന്നാൽ ഞാനെങ്ങനെ പുറത്തു പോകും? എന്തേലും ബുദ്ധി പ്രയോഗിക്കൂ സ്വാതി. ഐഡിയ. സ്വാതി വയറുവേദനയാണെന്ന് കള്ളം പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നു. കൂടാതെ അവൾ ഭക്ഷണം കഴിക്കാനും വിസമ്മതിക്കുന്നു. രോഹനെ ഫോൺ ചെയ്യാം. അവൻ വന്നാൽ ഉടൻ ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്വാതി രോഹന് ഫോൺ ചെയ്യുന്നു. അവൻ ബിസിയായിരുന്നതിനാൽ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. ഈ രോഹൻ ഫോൺ പോലും എടുക്കുന്നില്ല. കുറച്ച് ബുദ്ധി പ്രയോഗിക്കൂ. സ്വാതി അവിടെയും ഇവിടെയുമൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് സ്വാതി ജനൽ കാണുന്നു. അവൾ അതിലൂടെ പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ ദാഹിബാലയുടെ സ്റ്റോളിനടുത്തെത്തുന്നു. അവൾ വയറ് നിറച്ച് ദാഹിബാലയും രാജ്മ ചാവലും കഴിക്കുന്നു. എന്നാൽ അവളെ അയൽവക്കത്തുള്ള ഗപ്പു ആന്റി കാണുന്നു. ഹാ, ഇത് സരളയുടെ പുതിയ മരുമകളല്ലേ? ഇവൾ ഇന്നലെയല്ലേ വിവാഹം കഴിച്ചു വന്നത്? ഹൈ റാം, എന്തൊരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ മരുമകൾക്ക് ഒരു നാണക്കേടും ഇല്ല. കുറച്ചു സമയം കഴിഞ്ഞ്, പിടിക്കൂ സഹോദര പൈസ. മാഡം ജി, 200 രൂപയ്ക്ക് ചില്ലറയില്ല. കുഴപ്പമില്ല, നിങ്ങൾ വെച്ചോളൂ ടിപ്പായിട്ട്. വയറ് നിറഞ്ഞ ശേഷം അവൾ അതേ ജനാലയിലൂടെ തന്നെ തിരിച്ചു വരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവളുടെ ചേട്ടത്തി അവൾക്ക് വേണ്ടി കിച്ചടി ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഇത് കഴിക്കൂ സ്വാതി, ഇത് കഴിച്ചാൽ വയറുവേദന മാറും. വേണ്ട ചേട്ടത്തി, ഒട്ടും വിശപ്പില്ല.
ഉള്ള വയറുവേദന ഒന്നും കഴിക്കാതിരുന്നാൽ കുറച്ചു കഴിഞ്ഞ് തന്നെ മാറിക്കോളും. എന്നാൽ ശരി, പിന്നീട് വിശക്കുകയാണെങ്കിൽ പറയണം. അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് ഗപ്പു ആന്റി വരുന്നു. സമ്മതിക്കുന്നു സർല, ഇത് മോഡേൺ കാലഘട്ടമാണ്. എന്നാൽ ഇത്രയും മോഡേൺ ആണോ? ഇന്നലെ വന്ന മരുമകൾ പുറത്ത് സ്റ്റാളിൽ പോയി വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരുടെ മരുമകളുടെ കാര്യമാണ് പറയുന്നത്? നിന്റെ. ഇന്നലെ രാത്രി ഞാൻ അവളെ പുറത്ത് സ്റ്റാളിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഞാൻ കേട്ടത് വലിയ പണക്കാരിയാണെന്നാണ്. പിന്നെ എന്തിനാണ് സ്റ്റാളിലെ ഫുഡ്? അപ്പോഴേക്കും സ്വാതി അവിടേക്ക് വന്നു. എന്താ, താങ്കൾ എന്നെയാണോ കണ്ടത്? ഇന്നലെ എനിക്ക് വയറുവേദനയായിരുന്നു. ഞാൻ എന്റെ മുറിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്. പറയാറില്ലേ, ഒരാളെപ്പോലെ 7 പേരുണ്ടെന്ന്. അവളും എന്നെപ്പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ അവൾ എല്ലാ ദിവസവും തന്റെ ഭർത്താവിന്റെ വീട്ടുകാർ കാണാതെ കഴിക്കുമായിരുന്നു. ഒരു ദിവസം അവളുടെ ചേട്ടത്തി പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുകയായിരുന്നു. അപ്പോൾ അവർ ഇതെല്ലാം കണ്ടു. അരെ, ഇത് അനിയത്തിയല്ലേ? ഇവളെങ്ങനെയാണ് സ്റ്റാളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്നത്? അതുകൊണ്ടാണ് അവൾ വീട്ടിലെ ആഹാരത്തിനോട് അധികം താല്പര്യം കാണിക്കാത്തത്. അതിനർത്ഥം ഗപ്പു ആന്റി പറഞ്ഞത് സത്യമാണ്. അന്നു മുതൽ ചേട്ടത്തി അനിയത്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം സ്വാതി എന്തോ കാരണം പറഞ്ഞ് സ്റ്റാളിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ചേട്ടത്തി അമ്മായിയും കൂട്ടി സ്റ്റാളിന്റെ അടുത്തേക്ക് പോകുന്നു. ശരി, അപ്പോ ഇതാണ് നിന്റെ യഥാർത്ഥ രൂപം. വീട്ടിലെ ആഹാരം കഴിക്കാതെ എന്നും ഇവിടെ വന്ന് കഴിക്കുന്നു. നിനക്കറിയാമോ ഇതൊക്കെ എത്ര ദോഷകരമാണെന്ന്? വല്ലപ്പോഴുമൊക്കെ കുഴപ്പമില്ല, എന്നാൽ സ്ഥിരമായി പുറത്തുനിന്ന് കഴിക്കുന്നത് ദോഷകരമാണ്. ഒന്നും സംഭവിക്കില്ല. ഇന്നുവരെ എന്റെ വീട്ടുകാർ എന്നെ തടഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളാരാണ് എന്നെ തടയാൻ? പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ സ്വാതിക്ക് വയറുവേദന വരുന്നു. അപ്പോഴേക്കും അവിടേക്ക് റോഹൻ വരുന്നു. അവർ എല്ലാവരും കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇയാളുടെ വയറിൽ ആവശ്യത്തിലധികം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. പുറത്തെ ആഹാരം ഒരുപാട് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉടനെ തന്നെ ഇയാളുടെ ഓപ്പറേഷൻ ചെയ്യണം. ഏതെങ്കിലും സാധനം ആവശ്യത്തിൽ കൂടുതലായാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് എത്ര ദോഷകരമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇയാളുടെ അവസ്ഥ കണ്ട് മനസ്സിലായി കാണും. ഓപ്പറേഷൻ ചെയ്ത് സ്വാതിയുടെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ഇതിൽ നിന്നൊക്കെ സ്വാതിക്ക് ഒരു കാര്യം മനസ്സിലായി. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാൾ ഫുഡ് അവളുടെ ജീവൻ പോലും എടുക്കുമായിരുന്നു എന്ന്. ഇത് സുമന്റെ കഥയാണ്. അവൾക്ക് എല്ലാം അനുകരിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അവളുടെ ഈയൊരു സ്വഭാവം കാരണം അവളുടെ ഭർത്താവും അമ്മായിയമ്മയും ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. സുമൻ ഒരു കൂട്ടുകാരിയുണ്ടായിരുന്നു, പേര് റീമ. അവളുടെ വീട് ഒരു കൊട്ടാരം പോലെയായിരുന്നു. സുമൻ എപ്പോൾ അവളുടെ വീട്ടിൽ പോകുന്നോ അവൾ അസൂയയോടെ എല്ലാ സ്ഥലങ്ങളും നോക്കി നിൽക്കും. എന്നിട്ട് വീട്ടിൽ വന്ന് അതുപോലെ തന്റെ വീട്ടിലും ചെയ്യും. സുമൻ, ഈ പണം ഞാൻ വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി തന്നതാ. നീ ആ പൈസ കൊണ്ട് സോഫയ്ക്കൊക്കെ കവർ വാങ്ങിയിട്ടിരിക്കുന്നു. ഒന്നാമത് ഒരുപാട് സോഫ കവറുകളും വാങ്ങി പെയിന്റിങ്സ്, അലങ്കാര വസ്തുക്കൾ എല്ലാം നീ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയും എന്തൊക്കെ സാധനങ്ങൾ വേണം? ഇതെല്ലാം അനാവശ്യ ചിലവാ. ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും നിനക്ക് തെറ്റായി തോന്നും. ആദ്യം നീ ഇത്രയും വില കൂടിയ സോഫ വാങ്ങി. അന്ന് അനിലിന് വൈഷിനെയും റിയയെയും സ്കൂളിൽ ചേർക്കേണ്ട സമയമായിരുന്നു. പൈസ മരത്തിൽ കായ്ക്കുന്നതൊന്നുമല്ല മോളെ, അതിങ്ങനെ അനാവശ്യമായി ചിലവഴിച്ചു കളയാൻ. ലാഭിക്കാൻ പഠിക്കൂ. അനാവശ്യ ചെലവുകൾ കൂടി വരികയാ. എന്റെ കൂട്ടുകാരി റീമയെ നോക്ക്. എന്തു വലിയ വീടാ. അവളുടെ വീട്ടിൽ പോയപ്പോഴാ മനസ്സിലായത് ഞാനൊരു മാളികയിലേക്കാ പോയിരിക്കുന്നതെന്ന്. ഇതെന്റെ വീടാ. ഇവിടെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം കാണില്ലേ? സുമൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവൾക്ക് എന്തു തോന്നുന്നോ അത് തന്നെ ചെയ്യും. ഒരിക്കൽ സുമൻ റീമയോടൊപ്പം നാത്തൂൻ പല്ലവിയുടെ അടുത്തേക്ക് പോയി. റീമയുടെ നാത്തൂൻ പല്ലവി നല്ല പൈസക്കാരിയാണ്. പല്ലവി, ഇതെന്റെ ഫ്രണ്ട് സുമൻ. നിന്നെ കാണണമെന്ന് ഇവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇന്ന് വിളിച്ചുകൊണ്ട് വന്നത്. ആഹാ, അതുകൊള്ളാമല്ലോ. ഇരിക്ക്, ഞാൻ ചായയും കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. രാമു, എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവാ. പല്ലവി, നിന്റെ അടുക്കള നല്ല രസമുണ്ടല്ലോ. പല്ലവിയുടെ അടുക്കള കണ്ണാടി പോലെയാ, അതുകൊണ്ടാ തിളങ്ങുന്നത്. കുറച്ചു ദിവസം മുമ്പാ അവളിവിടെ പുതിയ അടുക്കള പണിഞ്ഞത്. എന്റെ ഒരു ഫ്രണ്ടുണ്ട്. ആ അടുക്കളയും കണ്ണാടി പോലാ. എനിക്ക് ആ അടുക്കള കണ്ടപ്പോൾ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിന്തിച്ചു, ഞാനും അതുപോലൊരു അടുക്കളയങ്ങ് പണിതേക്കാമെന്ന്. കുറച്ചു ദിവസം മുമ്പാ പുതിയ അടുക്കള പണിഞ്ഞത്. കണ്ണാടി അടുക്കള കണ്ട് സുമന്റെ മനസ്സിൽ അസൂയ തോന്നി. അവൾ മനസ്സിൽ ചിന്തിച്ചു, തന്റെ അടുക്കളയും കണ്ണാടി പോലാക്കാമെന്ന്. വീട്ടിൽ ചെന്ന് സുമൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് കണ്ണാടി കൊണ്ടുള്ള അടുക്കള വേണം. എന്താ കണ്ണാടി അടുക്കളയോ? ഒന്നാമത് ഇവിടെ ചിലവിന്മേൽ ചിലവാ. ഇതിനുവേണ്ടി എത്ര ചിലവാകുമെന്നാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? റീമയുടെ നാത്തൂനും ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ വീട്ടിൽ ആരും എതിര് നിന്നില്ല. റീമയുടെ നാത്തൂന്റെ കയ്യിൽ പണമുണ്ട്. അവൾക്ക് അവളുടെ സൗകര്യത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം.
എന്നാൽ നമുക്കത്രയും ചിലവ് ഏറ്റെടുക്കാൻ പറ്റില്ല മോളെ. അനിൽ തന്നെയാണ് കുടുംബം നോക്കുന്നത്. നീ പിന്നെ കുറച്ചുകൂടി ചിലവുകൾ അവനെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ എപ്പോഴും ഒഴിവ് കഴിവ് പറയുക. എനിക്കും എന്റെ കൂട്ടുകാരികളെ പോലെയാകണം. അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ പോലെ എല്ലാം എനിക്കും വേണം. അവരുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ. അടുത്ത മാസം റീമയുടെ നാത്തൂൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കും അവളെ കാണിക്കണം. എന്റെ അടുക്കള കണ്ണാടി കൊണ്ടുള്ളതാന്ന്. സുമൻ ആര് പറയുന്നതും കേട്ടില്ല. അവൾക്ക് കണ്ണാടി കൊണ്ടുള്ള അടുക്കള വേണം. അവൾ ഇക്കാര്യത്തിന് ശാഠ്യം പിടിച്ചുകൊണ്ടേയിരുന്നു. അനിൽ കുറെ ചിലവഴിച്ച് സുമന്റെ സന്തോഷത്തിനായി കണ്ണാടി കൊണ്ടുള്ള അടുക്കള ഉണ്ടാക്കാൻ സമ്മതം മൂളി. ദിവസങ്ങൾക്കുള്ളിൽ തിളങ്ങുന്ന കണ്ണാടി കൊണ്ടുള്ള അടുക്കള തയ്യാറായി. അതുവരെ എല്ലാം ഓക്കെയായിരുന്നു. എന്നാൽ ഒരു ദിവസം കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവർ ബോൾ ആഞ്ഞടിച്ചപ്പോൾ ബോൾ നേരെ സുമന്റെ കണ്ണാടി കൊണ്ടുള്ള അടുക്കളയിൽ തട്ടി. ഒരു വശം പൊട്ടുകയും ചെയ്തു. ദൈവമേ, എന്തുപറ്റി? എന്തെങ്കിലും പൊട്ടിയോ? മുത്തശ്ശി, താഴെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങനെയാ ബോൾ വന്നത്. നോക്കൂ, എല്ലാം പൊട്ടിപ്പോയി. നിനക്കറിയില്ലേ ഇത്? അടുക്കളയിൽ കണ്ണാടി മാത്രമേ ഉള്ളൂ. മുത്തശ്ശി, അടുക്കളയ്ക്കൊന്നുമില്ല. അമ്മയും ചന്തയിൽ പോയിരിക്കുക. പെട്ടെന്ന് സുമനും അനിലും വന്നു. ഇനിയും പണി ഇതുപോലത്തെ അടുക്കള. പോയി നോക്കൂ അടുക്കളയുടെ അവസ്ഥ. കുട്ടികൾ പന്ത് കളിച്ച് അടുക്കളയുടെ കണ്ണാടി തകർത്തു. ഇനി ശരിയാക്കണം. ശരിയാക്കിയില്ലെങ്കിൽ വല്ല പൂച്ചയോ എലിയോ വല്ലോ അകത്ത് കയറും. കുട്ടികളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ഞാനൊന്നു പോയി പറഞ്ഞിട്ട് വരട്ടെ. പിള്ളാരെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? തെറ്റ് നിന്റേതാ. നീയല്ലേ ഈ കണ്ണാടി അടുക്കളയൊക്കെ ഉണ്ടാക്കിയത്. വീട്ടിലാരെങ്കിലും ഇങ്ങനത്തെ അടുക്കള പണിയുമോ? ഇതൊക്കെ വല്ല ഹോട്ടലിലുമല്ലേ പണിയൂ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. തെറ്റ് നിന്റേത് തന്നെയാ. നിങ്ങളെന്തിനാ ഇപ്പൊ പ്രസംഗിക്കുന്നത്? അത് ശരിയാക്കാൻ അറിയാവുന്ന ഒരുത്തിനെ വിളിച്ചോണ്ട് വാ. അതിന് പൈസയാകും. ശരിയാക്കിയാലല്ലേ നടക്കൂ. ചൂടുകാലം എത്തിയപ്പോൾ അടുക്കളയിൽ പതിയെ ചൂടുകൂടാൻ തുടങ്ങി. സുമൻ ജനൽ തുറന്നിട്ടും എന്നിട്ടും അടുക്കളയിൽ ചൂടായിരുന്നു. ചൂടുകൂടിയപ്പോൾ അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അന്നുമുതൽ സുമന് കണ്ണാടി അടുക്കളയ്ക്കുള്ളിൽ എപ്പോഴും ചൂടടിക്കാൻ തുടങ്ങി. സുമൻ കുറച്ചു വിഷമത്തിലായി. എന്തുപറ്റി മോളെ? നീ എന്താ ഇത്ര വിയർത്തിരിക്കുന്നത്? ആ കണ്ണാടിന്ന് നല്ല ചൂട് വരുന്നു. അതുകൊണ്ട് വിയർത്തതാ. കണ്ണാടിയിൽ കൂടി സൂര്യവെട്ടം അടിക്കുന്നതാ. വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കാം. ഇപ്പോൾ അടുക്കളയിൽ നല്ല ചൂടാ. എല്ലാം നിന്റെ ഇഷ്ടം മോളെ. കുട്ടികൾ സ്കൂളിൽ നിന്നും വരുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും ചോദിക്കും. അത് കടയിൽ നിന്നും വാങ്ങാം. അങ്ങനെ ചൂടിന്റെ കാര്യം പറഞ്ഞ് സുമൻ അടുക്കളയിലേക്ക് കയറാതായി. കാരണം വെയിലടിച്ച് അടുക്കള ചൂടായിരുന്നു. അവൾ നിർബന്ധം പിടിച്ച് അടുക്കള കണ്ണാടിയുടേതാക്കി. എന്നിട്ടവൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നു. ഒരിക്കൽ റീമ നാത്തൂന്റെ ഒപ്പം അവിടേക്ക് വന്നു. എന്താ, കണ്ണാടിയുടെ അടുക്കള പണിതോ? നീ വലിയ തെറ്റ് ചെയ്തു സുമൻ. ഞാനാ കണ്ണാടിയുടെ അടുക്കള മാറ്റിയിട്ട് മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കല്ലും തടിയും കൊണ്ടുള്ളതാ. എനിക്ക് കണ്ണാടിയിൽ കൂടി വെയിലടിച്ച് ഒരുപാട് ചൂടെടുക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച് ചെയ്തതാ. പക്ഷെ പിന്നെ അതൊരു പ്രശ്നമായി. കഴിഞ്ഞ മാസമേ മാറ്റി. നീ ഇപ്പോൾ വന്ന് അവിടെ നിന്ന് നോക്ക്. എന്റെ പുതിയ അടുക്കള നല്ല രസമുണ്ട്. റീമയുടെ നാത്തോൻ പല്ലവി പറയുന്നത് കേട്ട് സുമന്റെ മുഖം വാടി. അവൾ കന്നുകൊണ്ട് മനസ്സിലായി, അനുകരിക്കുന്നതിലൂടെ അവൾക്കൊന്നും തന്നെ കിട്ടില്ല. പകരം അനുകരിച്ച് കണ്ണാടി അടുക്കള പണിത് അവൾ തനിയെ ബുദ്ധിമുട്ടിലായി. അനിൽ നല്ല സ്വഭാവമുള്ളവനാണ്. അയാൾ സുമനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അയാൾ ഒരിക്കൽ കൂടി അടുക്കള ശരിയാക്കി കൊടുത്തു. അമ്മേ, ഐ ആം സോറി. എനിക്കറിയാം എന്റെ അനുകരിക്കുന്ന സ്വഭാവം കൊണ്ട് ഒരുപാട് പൈസ ചെലവായി. ഞാൻ പ്രോമിസ് ചെയ്യാം, ഞാൻ ഇനി ഒന്നും ഒരിക്കലും അനുകരിക്കില്ല. എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അതിന് മാത്രമേ ഞാൻ ചെലവാക്കൂ. ഇങ്ങനെ വേണം ബുദ്ധിശാലികളായ മരുമക്കൾ. സന്തോഷമായി ഇരിക്കും മോളെ. അതിനുശേഷം സുമൻ തന്റെ സ്വഭാവം മാറ്റി. മറ്റുള്ളവരെ അനുകരിക്കുന്നതും നിർത്തി. അവൾക്ക് എന്ത് കാര്യമാണോ അത്യാവശ്യം, സുമൻ അതിനുവേണ്ടി മാത്രമേ പൈസ ചിലവാക്കിയുള്ളൂ. Thanks for watching.